മിച്ചറിൻ്റെ രുചി അറിഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെ പിന്നെ ഒരു തിരിഞ്ഞു നോട്ടമില്ല. എന്നാൽ ഇവിടെ രുചി മാത്രമല്ല കാര്യം, കാലങ്ങളായുള്ള ആത്മബന്ധം കൂടിയുണ്ട്. കച്ചവടം തുടങ്ങുമ്പോൾ തന്നെ ആദ്യ കസ്റ്റമർ ആവശ്യമറിയിക്കും. മിച്ചറും പക്കാവടയുമാണ് പ്രിയം. കൃത്യമായ ഇടവേളകൾ, ആവശ്യത്തിന് മാത്രം പലഹാരം. ചിട്ടയോടെയാണ് സ്ഥിര സന്ദർശനം. രാവിലെ കടത്ത് തുറക്കുമ്പോൾ വിളിക്കും വില കത്തിക്കുമ്പോൾ മിച്ചർ പക്കാട പോടും കളിക്കും. എത്ര വർഷമായിട്ട് അത് വരുന്നുണ്ട്? അവർക്ക് 3 കൊല്ലം. ചിലപ്പോൾ 2 ദിവസം അടച്ചിട്ട് നാട്ടിൽ പോകും. നാട്ടിൽ പോകുമ്പോൾ വന്നു നോക്കിയിട്ട് പോകും. ഇവിടെ ആൾക്കാരെല്ലാം പറയും മൈന വന്നില്ലെന്ന്. പിന്നെ കറക്റ്റാக வந்து ഷട്ടർ തുറന്നിറങ്ങുന്ന കറക്റ്റാக മേനെ ഓടി നിറം വിളിക്കും, അങ്ങനെ വിളിക്കും. അப்புறம் മിച്ചർ പക്കട കൊടുക്കും, സാപ്പിടും, ഓടി പോകും. കടയിലെത്തുന്നവർ സൗഹൃദ കഥയുടെ കാഴ്ചക്കാരാകും. രാവിലെ സാധനം വാങ്ങാൻ വേണ്ടിയൊക്കെ വരുമ്പോഴത്തേക്കും മൈന കറക്റ്റ് സമയമാകുമ്പോഴത്തേക്കും വരും. അപ്പോൾ ചേട്ടൻ മിച്ചർ ഇട്ട് കൊടുക്കും, അത് കറക്റ്റ് കഴിച്ചിട്ട് പോകും. അപ്പോൾ ഇവർ തമ്മിൽ നോക്കിക്കൊണ്ടിങ്ങനെ കാണാൻ ഭയങ്കര രസമാണ്. കണ്ടു നിന്നപ്പോൾ ഒരു പൂതി. കാത്തിരിപ്പ് വല്ലാണ്ട് നീണ്ടു. ചേട്ടോ വരുമോ? ആ നമുക്ക് പരിചയമില്ലാത്തവണ വരാത്തേന്ന് തോന്നില്ലേ? കടയുടെ പരിസരത്ത് കാക്കകൾ കാത്തിരിപ്പുണ്ടെങ്കിലും മൈനകളുമായി സംഘർഷത്തിന് താല്പര്യം കാട്ടാറില്ല. എല്ലാവർക്കുമുള്ള വിഹിതം കാശിരാജ നൽകുമെന്ന ഉറപ്പിൽ പരിസരവാസികൾ ക്ഷമാശീലരാണ്. എട്ട് വർഷമായി കേരളത്തിലെത്തിയിട്ട് മലയാളം വലുതായി വഴങ്ങി തുടങ്ങിയിട്ടുമില്ല. എങ്കിലും ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിക്കുന്ന സ്നേഹരാജ്യം സൃഷ്ടിക്കുകയാണ് കാശിരാജ. അവർ കൊടുക്കുമ്പോൾ സന്തോഷമാണ്, മൈനയ്ക്ക് സന്തോഷം, അവർക്ക് സന്തോഷം, കാണും നമുക്കും സന്തോഷം. കാത്തിരിപ്പിന് വിരാമമിട്ട് കക്ഷിയെത്തി. എന്തായാലും ഇത് വിശ്വാസത്തിൽ ഊന്നിയ വലിയ ബന്ധമാണ്. ആ സൗഹൃദമുണ്ടായത് കുറച്ച് നാളുകൾ കൊണ്ടല്ല. അതുകൊണ്ടാണ് ഈ പരിസരത്ത് നിന്ന് ആരാഹാരം കൊടുത്താലും, ഏത് അപരിചിതനാഹാരം കൊടുത്താലും അത് കഴിക്കാൻ വിശ്വാസത്തോടെ എത്തുന്നത്. രതീഷ് വെൺപകലിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.